യു എയിലെ ഏറ്റവും മികച്ച പാചകക്കാരിയെ ഇന്നറിയാം. 30 ബിരിയാണികൾ വെറൈറ്റി റെസിപ്പികളുണ്ട്. എല്ലാം ടേസ്റ്റ് ചെയ്യോ? ഇല്ല, എല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് പിന്നെ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സഫീർ മോളിലോട്ട് കയറി വരുന്നില്ലേ, ഞാൻ താഴെ നിന്ന് എസ്കലേറ്റർ കയറുന്ന സമയം തൊട്ട് ഈ മണം അടിക്കുന്നുണ്ട്. അതായത് ഇത്രയധികം ബിരിയാണി ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 30 എണ്ണം ഉണ്ട്. 30 എണ്ണം അല്ലേ? 30 ബിരിയാണി ഒരുമിച്ച് കുക്ക് ചെയ്തുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. ഈ മോളിലൊക്കെ എല്ലാവരും മറ്റേ വായിൽ വെള്ളം ഊറി നിൽക്കുകയാണ്. ഞാൻ ഈ പ്രസന്റേഷനുകൾ കണ്ടിട്ടേ എല്ലാവരും വെറും നമുക്ക് ബിരിയാണി അറിയാലോ, ബിരിയാണി എല്ലാവരുടെയും ഒരു കൈക്കൂട്ടാണ്. ഈ നമ്മളാരും ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു റെസിപ്പി നോക്കി ഉണ്ടാക്കിയാൽ ഒരിക്കലും ബിരിയാണി ആ ബിരിയാണി ആവൂല. ഈ അമ്മമാര് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നല്ല പാചകക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരൊരു കൈപ്പിടിയിലായിരിക്കും സാധനങ്ങളെല്ലാം ഇടുക. അപ്പൊ അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇവരെല്ലാം നല്ല കൈപ്പുണ്യമുള്ള ആൾക്കാർ ഡമ്മൊക്കെ സെറ്റ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ ഈ ചെറിയ സ്പേസിൽ ഭയങ്കര സംഭവം തന്നെയാണത്. എന്തായാലും വലിയ സമ്മാന തുകയാണ്. 25,000 ദിർഹം, ഏകദേശം നാട്ടിലെ 6 ലക്ഷം രൂപ. വലിയ മത്സരമാണ്. യു എയിൽ ഇതുപോലെയുള്ള മത്സരങ്ങളിൽ തികച്ചും വ്യത്യസ്തമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബർദമാൻ ഇവിടെ വന്നതിന്റെ ഒരു ഗുണം അതാണ്. കാരണം ഞാൻ ഇവരുടെ നാട്ടിലത്തെ മത്സരം, നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന മത്സരം ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് അവരുടെ ഗസ്റ്റ് ആയിട്ട് പോയി അവിടെ ഈ ബിരിയാണി ടേസ്റ്റിങ്ങിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവില്ല എന്നുള്ളത്. അത് ഈ കലേഷിനും അല്ലെ പിള്ളച്ചേട്ടനൊക്കെ അവര് കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരെ മനസ്സിലാവും. നമുക്ക് ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതാവുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ നല്ല വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ആബിദാത്തേക്ക് ഉണ്ടല്ലോ, ആബിദാത്തേക്കൊക്കെ എത്രയോ വർഷമായിട്ട് ഇതിന് ഇതേപോലുള്ള ഒരു കുക്കിംഗ് കോൺടെസ്റ്റിലൂടെ വന്നതാണ് ആബിദാത്തേക്ക്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതിൽ ഭയങ്കര വലുതാണ്. ഒരു പേഴ്സണൽ കാര്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കട വെച്ചിട്ടാണോ പറയുന്നത് അതോ വീട്ടിൽ ഉണ്ടാക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആ ബിരിയാണിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് പോലും ഇപ്പോൾ തിരുവനന്തപുരം ബിരിയാണി കിട്ടാനില്ല. പക്ഷേ ട്രിവാൻഡ്രത്തെ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തിരുവനന്തപുരത്തെ ബിരിയാണിക്ക് കുറച്ചുകൂടി ഒരു തമിഴ്നാട് സ്റ്റൈല് വരും. ഇപ്പം നമുക്ക് കോഴിക്കോട് ബിരിയാണി അല്ലെ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത് ഇത് രണ്ടും വേറെ ലെവലാണ്. അത് പക്ഷെ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന അതായത് കൊണ്ട് എനിക്ക് അതിൽ ഭയങ്കര പ്രശ്നമില്ല. വൈഫ് ഒരു ബിരിയാണി ഉണ്ടാക്കും. വൈഫ് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് സാൻസിബാർ ബിരിയാണി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബിരിയാണിയുടെ ഈ ആഫ്രിക്കൻ അഡ്വന്റിൽ വന്നിട്ടുള്ള സാധനമാണ്. 2 തരം അരിയാണ് അതിനകത്ത് ഉപയോഗിക്കുക. എങ്ങനെ മിക്സ് ചെയ്ത് ബ്ലാക്ക് റൈസും വൈറ്റ് റൈസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അത് ഭയങ്കര നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അതിൽ പൊട്ടറ്റോ കൂടി ഉപയോഗിക്കും, നമ്മളെ ബംഗാളി ബിരിയാണി പോലെ. വിജയികൾക്ക് ആശംസ നേരാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഈ പറഞ്ഞ ഇതൊരു തുടക്കമാവട്ടെ എന്ന് വേണം പറയാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പണമല്ല ഇതിന്റെ ആ ഒരു അവസരമാണ് ഏറ്റവും വലിയ കാര്യം. ഈ 30 പേർക്കും കിട്ടുന്നത് ഒരു വലിയ വേദിയാണ്. Thank you.